ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് പൊളിയായി നടന്ന കുറച്ച് വിവാഹങ്ങൾ. പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നടന്ന കുറച്ച് വിവാഹങ്ങൾ ചളിയായി മാറിയത് എങ്ങനെ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആഡംബരമായിട്ട് നടത്തിയ വിവാഹം അവസാനം അത് ഒത്തിരി താമസിക്കാതെ ഡിവോഴ്സിലെത്തി, വിവാഹമോചനത്തിലെത്തി. ഒരു ഇടവകയിൽ ചെന്നപ്പോൾ വികാരിയച്ഛൻ്റെ ദീനരോധനം ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് പല ഇടവകയും പലതിനും ഫേമസാണ്. ഞങ്ങളുടെ ഇടവക ഫേമസ് ആയിരിക്കുന്നത് വിവാഹമോചനത്തിനാണ്. എന്നിട്ട് അച്ഛൻ പറയാണ് ഒരു വിവാഹം ആദ്യ രാത്രിയിൽ തന്നെ പൊട്ടി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും അവർ വിവാഹിതരായിട്ട് കഴിഞ്ഞിട്ടില്ല. എനിക്കൊരു സംഭവം പറഞ്ഞു കേട്ടതാണ്. ഇതുപോലെ ഒരു കല്യാണം നടന്നു, കൊടിവെച്ച കാറുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പൊളിയായി നടന്ന വിവാഹം. മിനിസ്റ്റേഴ്സും അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാൻ. പക്ഷേ ആദ്യ രാത്രി തന്നെ ഭർത്താവിന് വലിയ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അവന് ആ രീതിയിൽ ആ സ്വപ്നങ്ങളോടുകൂടി ഭാര്യയുടെ അടുത്തെത്തിയപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം, എൻ്റെ മേത്ത് തൊട്ട് പോകരുത്. അതിനെ പറ്റി ഞാൻ നിൻ്റെ കൂടെ പൊറുക്കാൻ വേണ്ടി ഈ വിവാഹത്തിന് സമ്മതിച്ചതല്ല, എൻ്റെ മാതാപിതാക്കളോട് പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിന്നെ എനിക്ക് ഭർത്താവായിട്ടൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. ഏതായാലും അവന് വെയിറ്റ് ചെയ്തു. ഇപ്പൊക്കെ നേരത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് വീട്ടുകാർ സമ്മതിക്കാതെ വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കല്യാണം അങ്ങ് നടത്തിയാൽ മനസ്സ് മാറിക്കോളും എന്ന് വിചാരിച്ചു. പക്ഷെ മാറിയില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇവൻ അവൻ്റെ തന്നെ മാതാപിതാക്കളോട് പറഞ്ഞത്. അവളുടെ മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കോമ്പൻസേഷൻ ഞങ്ങൾ തന്നോളാം, ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, ഞങ്ങൾ വിചാരിച്ചു അവൾക്കൊരു മാറ്റം വരുമെന്ന്. നീ ഇങ്ങനെ ഒറ്റ ദിവസം പോലും യഥാർത്ഥ വിവാഹ ജീവിതം നയിച്ചിട്ടില്ലാത്ത വിവാഹിതരുണ്ടാകാം. ശരിക്കും നല്ല ലക്ഷ്യത്തോടുകൂടി കൃപയില് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരാണെങ്കിൽ ഇങ്ങനത്തെ ദുരവസ്ഥകൾ ഉണ്ടാവുക. വേറൊരു വിവാഹം പൊട്ടിയ കാര്യം അച്ഛൻ പറഞ്ഞത് 6 മാസം കഷ്ടിച്ച് അവരെ ഭാര്യാഭർത്താക്കന്മാരായി നിന്നു, പിന്നെ പിരിഞ്ഞു. പിന്നെ 2-3 വർഷമൊക്കെ നീണ്ടു നിന്നിട്ട് പൊട്ടിയ വിവാഹങ്ങൾ ഇഷ്ടം പോലെ. ഇതാണ് അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ ഇടവക ഈ ഒരു കാര്യത്തിൽ ഫേമസ് ആണ്, പേര് കേട്ട ഒരു ഇടവകയാണ് വിവാഹമോചനത്തിന്. ഇതൊക്കെ പല വിവാഹങ്ങളും നടന്നത് നല്ല പൊളിയായിട്ടാണ്. പക്ഷെ അവസാനം ഇന്ന് ചളിയായി മാറിയിരിക്കുന്ന വിവാഹ ബന്ധങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ശരിക്കൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടും തന്നെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ചില ഈ വിവാഹ ചടങ്ങിന് കൊടുത്തിരിക്കുന്ന സംജ്ഞ, ടൈറ്റിൽ പൊളിയായിരുന്നു, കൂളായിരുന്നു, അടിപൊളിയായിരുന്നു, തട്ടുപൊളിയനായിരുന്നു, ഇങ്ങനെ എന്തെല്ലാം സംജ്ഞകളാണ് ഈ കല്യാണ ആഘോഷത്തിന് നൽകപ്പെടാറുള്ളത്. കണ്ണഞ്ചിപ്പിക്കുന്നതായിരുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും വിവാഹബന്ധം അധികം മുമ്പോട്ട് പോകുന്നില്ല. അവസാനം അത് ചളിയായി മാറുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആഘോഷമാണോ പ്രധാനപ്പെട്ടത്? അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതുമായി ബന്ധപ്പെടുത്തി ആദ്യമായിട്ട് നമ്മൾ കാണുക, വിവാഹം വിജയിക്കാൻ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, വിളി. വിവാഹത്തിനുള്ള വിളി അതില്ലെങ്കിൽ കെട്ടാൻ പോകരുത്. വിവാഹ ജീവിതത്തിന് ദൈവം വിളിക്കുന്നവരെ ആ വിളി കേട്ടുകൊണ്ട് വിവാഹിതരായിക്കോ, ദൈവാനുഗ്രഹം നമ്മുടെ കൂടെ വരും. 2 പത്രോസ് 1-ാം അധ്യായം 10-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹമുള്ള വ്യക്തിയായിരിക്കണം നീ. വിളി, ആ വിളി നമുക്കുണ്ടാകണം. 1 പത്രോസ് 2:9 വായിച്ചാൽ വലിയൊരു വിളി, ക്രിസ്ത്യാനികളുടെ വിളി. നിങ്ങൾ രാജകീയ പുരോഹിത വംശമാണ്, വിശുദ്ധ ജനമാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വിളിയുടെ ഭാഗമായിട്ട് അവിടെ പറയപ്പെട്ടിട്ടുള്ളത്. എഫേസസ് 1:4 വായിച്ചാൽ ദൈവത്തിന് മുമ്പാകെ നിഷ്കളങ്കരും പരിശുദ്ധരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇതൊക്കെയാണ് നമ്മുടെ വിളിയെന്ന് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹിക്കാനുള്ള വിളി ലഭിച്ചവരാണ് നമ്മൾ, പ്രത്യേകിച്ച് വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവര്. 1 കൊരിന്തോസ് 14-ാം അധ്യായം 1-ാമത്തെ വചനം പറയുന്നത് എന്താണ്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. എഫേസസ് 5:22 മുതൽ വായിച്ചാൽ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും വിളിക്കപ്പെട്ടവരാണ് ദമ്പതിമാര്. ഈ കാര്യങ്ങളൊക്കെ ശരിക്കും ഒരു വിളിയുടെ ഭാഗമായിട്ട് നിറവേറ്റേണ്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദമ്പതിമാര് അത് ചെയ്യാറുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. 2-ാമത്തെ കാര്യമാണ് അറിവ്. വിവാഹ ജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടേ വിവാഹം കഴിക്കാൻ പോകാവുള്ളൂ. കഴിച്ചു കഴിഞ്ഞിട്ടല്ല അറിയേണ്ടത്, വിവാഹ ജീവിതത്തെക്കുറിച്ച് അറിയണം. ഹോശേയുടെ പുസ്തകം 4:6 വായിച്ചാൽ അജ്ഞത മൂലം പലരും നശിക്കുന്നു. അറിവില്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ചിലപ്പോൾ ആ വിവാഹം ചളിയായി മാറാം. ഫിലിപ്പിയർ 3-ാം അധ്യായം 8-9 വചനങ്ങൾ, യേശുവിനെക്കുറിച്ചുള്ള അറിവ് കൂടുതൽ വിലയുള്ളതാകിയാൽ ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കണക്കാക്കുന്നു. ഈ വിവാഹിതരാകുന്നവർ അതിനു മുമ്പ് യേശുവിനെ അറിഞ്ഞവരാണെങ്കിൽ അവരുടെ ജീവിത പങ്കാളിയെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കാനും സ്നേഹിക്കാനും അവരെ മാറ്റിയെടുക്കാനും ഇവർക്ക് സാധിക്കും. 1 യോഹന്നാൻ 4:8, സ്നേഹിക്കാത്തവർ ദൈവത്തെ അറിയാത്തവരാണ്. വിവാഹം സ്നേഹിക്കാനുള്ള ഒരു ജീവിതാന്തസ്സാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തെ അറിയാത്തവര് വിവാഹം കഴിച്ചാലോ
ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചെന്ന് വരത്തില്ല. മൂന്നാമത്തെ കാര്യമാണ് കഴിവ് എന്ന് പറയുന്നത്. ശാരീരികമായിട്ടുള്ള കഴിവ്, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വൈകാരിക പക്വത, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആത്മീയ പക്വത. ഇതൊക്കെ ഇല്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ആ വിവാഹം ചളിയായി മാറും. അത് വിജയം കാണുന്നതിനേക്കാൾ പരാജയപ്പെടാനുള്ള സാധ്യതയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഹെബ്രായ ലേഖനം 13 അധ്യായം 4 മുതൽ വായിക്കുമ്പോൾ വിവാഹം വിജയം കാണാൻ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഇടയിൽ വിവാഹം മാന്യമായി കരുതപ്പെടണം. മണവറ മലിനമാകരുത്. മാന്യർക്ക് വിവാഹം മാന്യമായി കരുതാൻ സാധിക്കും. ഇനി ആ ഒരു മാന്യത ഇല്ലാതെ കണ്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ ജീവിത പങ്കാളിയോട് പോലും മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറും. അവരിൽ നിന്നും മാന്യമല്ലാത്ത കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ളിടത്താണ് വിവാഹം പൊളിയുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. മൂന്നാമത്തെ കാര്യം, വിവാഹം വിജയം കാണാൻ ഒരു 6 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ദേവാലയത്തിൽ വെച്ച് വിവാഹിതരാകുക. ഫാഷനൊക്കെ വർദ്ധിച്ച് ഇതിന് വലിയ സ്ഥാനം കൊടുക്കാതിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. അവർക്കെങ്ങനെ ദൈവകൃപയുണ്ടാവും, ദൈവാനുഗ്രഹം ഉണ്ടാവും. ദേവാലയത്തിൽ വെച്ച് വിവാഹിതരാകുക. രണ്ടാമത്തെ കാര്യം, ദേവാലയത്തോട് വിശ്വസ്തത തുടരുക. കല്യാണം കഴിഞ്ഞാലും പള്ളി പോകണം, ബലിയർപ്പിക്കണം, അതുപോലെ തന്നെ പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യം, പരസ്പര വിശ്വസ്തത തുടരുക. ദേവാലയത്തോടുള്ള വിശ്വസ്തത പോലെ ദമ്പതിമാര് പരസ്പരം വിശ്വസ്തരായിരിക്കണം. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 2365 വായിച്ചാൽ ദൈവം ഇവരെ വിളിച്ചിരിക്കുന്നത് വിശ്വസ്തതയിലേക്കാണ്. എന്താണ് ശരിക്കും വിശ്വസ്തത? കൊടുത്ത വാക്ക് പാലിക്കുക. കല്യാണ സമയത്ത് കൊടുത്തൊരു വാക്ക്, അത് നിങ്ങൾ ആ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. മരണം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് എടുത്തവരാണ് വിവാഹിതരെ. വാക്ക് പാലിക്കുക. മറ്റൊന്ന്, പ്രീ മാരിറ്റൽ സെക്സ് ഒഴിവാക്കുക. വിവാഹത്തിന് മുമ്പ്, അതിപ്പോൾ നമ്മൾ ഒത്തുകല്യാണം കഴിഞ്ഞാൽ പോലും ലൈംഗിക സുഖാസ്വാദനത്തിന് അവകാശമില്ല എന്നുള്ളത് തിരിച്ചറിയണം. പിന്നെ 5ാമത്തെ കാര്യമാണ് കൃത്യമായി ദശാംശം കൊടുക്കുക എന്നുള്ളത്. അത് ഈ സമ്പത്തുമായിട്ടുള്ള, കുടുംബവുമായിട്ടുള്ള, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, 3 ലെവലിലുള്ള ബന്ധങ്ങൾ അത് ശരിയായി പോകേണ്ട ബന്ധമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി 14:20 വായിച്ചാൽ അബ്രാഹം കൃത്യമായിട്ട് എല്ലാത്തിൻ്റെയും 10% ദശാംശം മെൽക്കിസദേക്കിന് കൊടുക്കുന്നത് കാണാൻ പറ്റും. അവൻ എന്തെങ്കിലും നഷ്ടം വന്നോ? എന്തുമാത്രം ദൈവാനുഗ്രഹമാണ് അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ കുടുംബത്തിൽ ഉണ്ടായത്. 6ാമത്തെ കാര്യമാണ് കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക, ഉപയോഗിക്കാതിരിക്കുക. കൃത്രിമമായ ഗർഭനിരോധന മാർഗങ്ങൾ, സഭ അനുവദിക്കുന്ന ഏക ഗർഭനിരോധന മാർഗം NFP, നാച്ചുറൽ ഫാമിലി പ്ലാനിങ്, അതാണ്. മറ്റു കാര്യങ്ങളെല്ലാം അനുവദനീയമല്ല എന്നുള്ളത് സഭ കൃത്യമായി പഠിപ്പിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് ജീവിക്കുവാൻ, പ്രത്യേകിച്ച് വിവാഹ ജീവിതം നയിക്കുവാൻ, അങ്ങനെ നമ്മുടെ വിവാഹം ചളമാകാതെ അതൊരു വിജയം കാണുവാനുള്ള കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.